വേഗത്തിൽ ദൈവവചനത്തിലൂടെ പോകാം. ഒരു ദൈവിക കാവലിന് വേണ്ടി അപേക്ഷിക്കുകയായിരിക്കും ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 27, 28 രണ്ട് വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ദൈവിക കാവലിലായിരുന്ന ജനത്തെ കർത്താവ് നടത്തിയത് നമുക്കൊന്ന് നോക്കാം. ദയവായി വായിക്കാം. എബ്രായ ലേഖനം 11, 27, 28 വാക്യങ്ങൾ. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിക്കുവാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. ഇവിടെ പഴയ നിയമത്തിൽ നിന്ന് ഒരു ഭാഗം എബ്രായ ലേഖന കർത്താവ് പുതിയ നിയമത്തിൽ ഉദ്ധരിക്കുകയാണ്. 11-ാമത്തെ അധ്യായം മിക്കവാറും പഴയ നിയമ സംഭവങ്ങൾ ഓരോന്നോരോന്നെടുത്ത് പുതിയ നിയമ അർത്ഥത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ടതിന് വേണ്ടി വിശ്വാസവീരന്മാരുടെ ലക്ഷണങ്ങളായി വിവരിക്കുന്ന ഭാഗമാണിത്. അതിൽ നിന്നാണ് നമ്മൾ ഈ ഭാഗം ഇന്ന് അടർത്തിയെടുക്കുന്നത്. ഇന്ന് സംഭവിക്കേണ്ട കാര്യങ്ങളുടെ നിഴലായിരുന്നു പഴയ നിയമം. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. ഇന്ന് നാം ചെയ്തു വരുന്ന പലതും വരുവാനുള്ളതിൻ്റെ നിഴലാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ നിഴലായിരുന്നു. പുതിയ നിയമത്തിൽ ഇന്ന് നാം ചെയ്തു വരുന്ന പലതും നിത്യതയിൽ സംഭവിക്കുവാനുള്ള ആ യാഥാർത്ഥ്യത്തിൻ്റെ വേറൊരു ഷെയ്ഡാണ്, വേറൊരു നിഴലാണ്. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതൽ കളങ്കമില്ലാത്ത ദൈവത്തെ ആരാധിക്കും. ഇന്ന് തിരുസാന്നിധ്യം വിശ്വാസത്താൽ അനുഭവിക്കുന്ന നാം അക്ഷരീകമായി ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കും. അങ്ങനെ ഇന്ന് ചെയ്യുന്ന പലതും നാളെ വരുവാനുള്ളതിൻ്റെ നിഴലത്രേ. ഇന്നിവിടെ ജീവിക്കുന്ന നാം അനുഭവിക്കേണ്ട നന്മകളുടെ നിഴലായി പഴയ നിയമത്തിൽ കാണുന്ന ചില അനുഭവങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കേണ്ടതിന് ദൈവസന്നിധിയിൽ കൊടുക്കുകയാണ് ദൈവകരങ്ങളിൽ നിന്ന് ഞാൻ ശരണപ്പെട്ട് ആഗ്രഹിക്കുന്നത്. വിശ്വാസത്താൽ മോശ മിസ്രയീമിൽ നിന്ന് ഫറവോൻ്റെ കോപം ഭയപ്പെടാതെ വിട്ടുപോന്നു എന്നൊരു വാക്യം കാണാം. സത്യത്തിൽ മോശയുടെ ചരിത്രം എടുത്താൽ തൻ്റെ ജനനത്തിന് മുന്നമേ ഈ കുഞ്ഞ് വളരുമോ എന്ന് മാതാപിതാക്കൾക്ക് ഭയമുണ്ടായിരുന്നു. കാര്യം അവനെ വളർത്തുവാൻ കൊള്ളാവുന്ന ഒരു സാഹചര്യമല്ല, തകർത്ത് കളയുന്ന സാഹചര്യങ്ങളുടെ നടുവിലാണ് വാഗ്ദത്ത സന്തതി പിറന്നു വീണത്. ഇതിനകത്തിരിക്കുന്ന പലരും പിറന്നു വീണ സഭകൾ പിറന്നു വീഴുന്ന ദൈവസഭ പിറന്നു വീഴുന്ന സംഭവങ്ങൾ, ഈ സാഹചര്യങ്ങൾ ഇത് വളരുമോ എന്ന് സംശയിക്കത്തക്കതാണ്. മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന സംശയം യേശു എടുത്തു പറയുന്നത് മറക്കരുത്. അതുപോലെ വിശ്വാസഗോളത്തിൽ മൂല്യച്യുതികൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേവലം ബിസിനസ്സിന് വേണ്ടി, താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവഭക്തിയെ വിറ്റുകളയുന്ന ഒരു തലമുറയുടെ നടുവിൽ വെളിയിൽ നിന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ ഒരുങ്ങി നിൽക്കുന്ന അലറുന്ന സിംഹം എന്ന വണ്ണം അടുത്തു വരുന്ന ശത്രുവിൻ്റെ മുമ്പിൽ അകത്തുവാൾ പുറത്ത് യുദ്ധം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ സഭ നിലനിൽക്കുമോ, ഒരു ആത്മീയന് വളരുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒരു മറുപടി എന്ന വണ്ണമാണ് മോശയെപ്പോലെ പുതിയ നിയമസഭയുടെയും ഇന്നത്തെ പോക്ക്. ഈ ശിശു ജനിക്കുന്ന സമയം, മോശ എന്ന് പിന്നത്തേതിൽ പേരിട്ട ഈ പൈതലിൻ്റെ ജനന സമയം എബ്രായർക്ക് പിറന്നതാകയാൽ ആൺകുഞ്ഞായി പിറന്നു പോയതിനാൽ അവനെ നദിയിലെറിഞ്ഞു കൊല്ലണമെന്നുള്ള രാജാവിൻ്റെ കൽപ്പന നിലനിൽക്കെ നിയമങ്ങൾക്ക് വിരോധമായി ദൈവം തൻ്റെ മകനെ, ദൈവം തൻ്റെ ദാസനെ, അഭിഷേകം പ്രാപിക്കുവാനുള്ളവനെ, ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാനുള്ളവനെ അയച്ച ചരിത്രമായിരുന്നു അത്. അവിടെ മുതലുള്ള തൻ്റെ വളർച്ചയിൽ ആരംഭകാലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒരു 40 വയസ്സ് വരെ നമ്മുടെ നോട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ മോശയ്ക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമായിരുന്നു. താൻ നിലവിളിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ പ്രാർത്ഥനാ ജീവിതം അതിശക്തമായിരുന്നു. താൻ ദൈവസന്നിധിയിൽ തന്നെത്താൻ ഏൽപ്പിച്ചുകൊണ്ട് എന്നെ അയച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുവാൻ ദൈവമേ എനിക്ക് കൃപ തരണമേ എന്ന് 40 വയസ്സ് വരെ ഓർമ്മയായ പ്രായം മുതൽ കരഞ്ഞവനായിരുന്നു മോശ. 40 വയസ്സായിട്ടും ദൈവത്തിൻ്റെ ഇടപെടൽ കാണാതെ വന്നതിനാൽ നിരാശനായി തീർന്ന മോശ അതേസമയം തൻ്റെ സ്വന്തം കഴിവുകളിൽ ആശ്രയിച്ച് വിശ്വസിച്ച് തനിക്ക് ലഭിച്ച അവസരം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഒരു മിസ്രയീമിനോട് എതിർക്കുകയും ഒരടി കൊണ്ട് മിസ്രയീമൻ മരിക്കുകയും മിസ്രയീമിനെ കൊന്ന കുറ്റത്താൽ മോശയെ കൊല്ലും എന്ന ഉറപ്പോടുകൂടെ ഇനി ആ രാജ്യത്ത് നിൽക്കുവാൻ കഴിയാത്തതിനാൽ സ്ഥലം വിട്ട് നിരാശയോടെ ഓടുകയും ചെയ്ത സാഹചര്യം, തങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷവേദികൾ നിറവേറ്റുവാൻ കഴിയുകയില്ലെന്ന ഭയത്തോടെ അനേകരും ഓടുമ്പോൾ അല്ലിതിനകത്തിരിക്കുന്ന പലരും ഞാനും ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ എന്ന നിരാശയോടെ നിലവിളിക്കുന്ന സാഹചര്യത്തിൽ മിദ്യാനിലേക്ക് ഓടിയ മോശ നമുക്ക് ഒരു ഓർമ്മയായിരിക്കട്ടെ, ഒരു സാക്ഷ്യമായിരിക്കട്ടെ. മോശ രാജാവിൻ്റെ കോപം ഭയന്നാണ് മിസ്രയീമിൽ നിന്ന് ഓടിയത്. നമ്മൾ വായിച്ച വാക്യം രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു എന്നാണ്.
ഞാനതിൻ്റെ കോൺട്രഡിക്ഷനിലേക്കാണ് ആദ്യം കയറിയത്. രാജാവിൻ്റെ കോപം ഭയന്ന് മിസ്രൈമിൽ നിന്ന് ഓടിയ സംഭവമാണ് ഇവിടെ ഞാൻ എടുത്തു കാണിച്ചത്. മാത്രമല്ല, ദൈവത്തെ വിട്ടകന്നും രാജാവിനെ വിട്ട് ഓടിയും മിദ്യാനിൽ ഒരു ജീവിതം കഴിച്ച ശേഷം ഒരു 40 വർഷം കൂടെ കഴിഞ്ഞ ശേഷം തൻ്റെ 80ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ 80 വയസ്സ് അടുക്കുന്നതോടെ ദൈവം മോശയ്ക്ക് ഒന്ന് വെളിപ്പെട്ടു. പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് വിളിച്ചു. മോശയുടെ അവിശ്വാസം മുഴുവൻ മോശ ഏറ്റു പറഞ്ഞു. എനിക്ക് കഴിവില്ല, എൻ്റെ വ്യക്തിത്വം അതിന് കൊള്ളുകയില്ല. രാജാവിനോട് സംസാരിക്കുവാൻ അയക്കുന്നുവെങ്കിൽ വാക്ചാതുര്യമുള്ള ഒരുവനെ വേണം അയക്കേണ്ടത്. എനിക്ക് വാക്ചാതുര്യമില്ല. അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കേണ്ടതിന് എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് ഒഴിയുവാൻ ശ്രമിച്ചു. ഓരോ ഒഴിവുകൾക്കും പരിഹാരം പറഞ്ഞു കൊടുത്ത ദൈവത്തിൻ്റെ മുമ്പിൽ ഒഴിഞ്ഞു മാറുവാൻ ഇനി ഒന്നുമില്ലാത്തതിനാൽ തൻ്റെ തനി സ്വഭാവവുമായി മോശ വന്നു. അങ്ങയ്ക്കിഷ്ടമുള്ള ആരെയും അയക്കുക കർത്താവേ, എന്നെ വിട്, ഞാൻ പോകുന്നില്ല, മറ്റൊരുവനെ അയച്ചാലും എന്ന് മോശ പറഞ്ഞു. ദൈവം തൻ്റെ തീരുമാനം മോശയെ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. യഹോവ കോപിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെയാണ് അയക്കുന്നത്. പല പ്രതികൂലങ്ങളുടെ നടുവിലും പല നിരാശകളുടെ നടുവിലും നിരാശപ്പെടുത്താത്ത ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ നിന്നെയാണ് അയക്കുന്നത്. എനിക്ക് കഴിവില്ല, അതുകൊണ്ട് ഇവിടെ വിഡ്രോ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർ, ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നവർ എവിടെയാണെങ്കിലും ദൈവത്തിന് പറവാനുണ്ട്, നോ, ഞാൻ നിന്നെയാണ് അയക്കുന്നത്. ഞാൻ നിന്നെ നേരത്തെ കണ്ടതാ. മോശ സാഹചര്യം മാറിയതുകൊണ്ട് ഞാൻ മാറുകയില്ല. ഞാൻ സാഹചര്യത്തിൻ്റെ ദൈവമാണ്. ഈ ഫറവോൻ ജനിക്കുന്നതിന് മുന്നമേ ഈ ഫറവോൻ്റെ കാലത്ത് എൻ്റെ ജനത്തെ വിടുവിക്കുമെന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. ഞാൻ അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമവാസം ചെയ്യുമെന്ന് പറഞ്ഞതാണ്. എന്നാൽ എൻ്റെ സമയമായി മോശെ, വാ, എനിക്ക് നിന്നെ ഒന്ന് അയക്കുവാനുണ്ട്. ഇന്ന് പകൽക്കാലം മോശയെ അയച്ചവൻ ഇതിനകത്തിരിക്കുന്ന ചിലരെ, എന്നെ, നമ്മിൽ പലരെ മുൻകണ്ടതിനാൽ ലോകത്തിൻ്റെ ഏതിടത്താണെങ്കിലും മുൻകണ്ടവനായ ദൈവം തൻ്റെ സമയത്ത് ഒന്നുകൂടെ വെളിപ്പെട്ടു വരും. അങ്ങനെ മോശയുടെ അടുക്കൽ വന്നു. മോശ ഭയത്തോടെ മിസ്രയീമിലേക്ക് പോയി. വീണ്ടും ഞാൻ തൊടുകയാ, ഭയപ്പെടാതെ പോയിരുന്നു എന്നുള്ള വാക്യം എടുത്തുകൊണ്ട് ഭയത്തോടെ മിസ്രയീമിലേക്ക് പോയി. ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെയും മിസ്രയീമിൽ പ്രാരംഭമായി തന്നെ ചെയ്തു. ഫറവോൻ്റെ മുമ്പിൽ ചെന്നു. ഫറവോൻ അവരെ ആട്ടിക്കളഞ്ഞു. ഭയത്തോടെ നടന്നുവെങ്കിലും 9 ബാധകൾ ദൈവം ദേശത്തിൻ്റെ മേൽ അയച്ചു. ദൈവം കൊടുത്തതായ ആ മാൻഡേറ്റ്, ദൈവം കൊടുത്തതായ ദൗത്യത്തിൽ മോശ നിലനിന്നു. പ്രതികൂലങ്ങൾ പലതു വന്നു. കരയേണ്ടടുത്ത് മോശ കരഞ്ഞു, നിലവിളിക്കേണ്ടടുത്ത് മോശ നിലവിളിച്ചു, ദൈവസന്നിധിയിൽ വീണ് കിടക്കേണ്ടടുത്ത് വീണ് കിടന്നു. ദൈവം കൊടുത്തതൊക്കെയും ചില നാളുകൾ കൊണ്ട് നിർവഹിച്ചു കഴിഞ്ഞു. വിടുതലിൻ്റെ യാതൊരു സാധ്യതയും പറയാതെ ഒടുവിൽ മോശയെ ആട്ടിക്കളയുവാൻ ഫറവോൻ തീരുമാനിച്ചു. 9ാമത്തെ ന്യായവിധി കഴിഞ്ഞ് ജനത്തെ ആട്ടിക്കളയുവാൻ തീരുമാനിച്ചു. മോശയെ ആട്ടിക്കളഞ്ഞു. ആ സമയത്താണ് പുറപ്പാട് പുസ്തകം 11ന്റെ 8ാമത്തെ വാക്യത്തിൽ വായിക്കേണ്ട, മോശ തിരിച്ച് ഫറവോനോട് ചില വാചകങ്ങൾ പറഞ്ഞു. പുറപ്പാട് പുസ്തകം 11ാം അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നില്ല. മോശ ഫറവോനോട് ചില മറുപടികൾ പറഞ്ഞു. ഹേ ഫറവോനെ, നീ ഒരു നേതാവാണ്. ആ വാക്കുകളുടെ രത്നച്ചുരുക്കത്തിലേക്കാണ് ഞാൻ കയറുന്നത്. നീ ഒരു രാജാവാണ്, ജനത്തെ മുഴുവനും നീ അടക്കി വാഴുന്നു. പക്ഷേ ഞാനും ഒരു നേതാവാണ്, എൻ്റെ കീഴിൽ ഒരു ഗ്രൂപ്പ് ജനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വാളൊന്ന് വീശിയാൽ ഫറവോൻ്റെ തലതെറിപ്പിക്കേണ്ടതിന് അധികാരവും അർഹതയുമുള്ള ഫറവോൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മോശ ചെയ്യുന്ന പ്രസ്താവന, ഞാനും ഒരു നേതാവാ. ഇന്ന് പകൽക്കാലം ചില ഹൃദയങ്ങളിൽ ദൈവം ഒരു ധൈര്യം തരട്ടെ. 2, എൻ്റെ കീഴിൽ ഒരു ഗ്രൂപ്പ് ജനമുണ്ട്. ഏറെക്കുറെ 6 ലക്ഷം കുടുംബങ്ങൾ എൻ്റെ കീഴിലുണ്ട്. ഫറവോനെ, നീ പറയുന്നത് നിൻ്റെ കീഴിലാണെന്നാ. നീ ജനത്തെ പീഡിപ്പിക്കാവുന്നിടത്തോളം പീഡിപ്പിച്ചു. പക്ഷെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, ഈ ജനം എൻ്റെ നേതൃത്വത്തിലാണ്. അടുത്തത്, നീയും നിൻ്റെ ഭൃത്യന്മാരും ചേർന്ന് എന്നെ വിളിപ്പിച്ച് ഈ ജനവുമായി പോകാ എന്നോട് പറയുന്നതായ ദിവസം മാത്രമേ ഇനി ഞാൻ നിന്റെ മുഖം കാണുകയുള്ളൂ, അതുവരെ കാണണ്ട എന്ന് പറഞ്ഞ് തിരുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മലയാളം തർജ്ജമ ഇങ്ങനെയാണ്: മോശ ഉഗ്ര കോപത്തോടെ ഫറവോനോട് സംസാരിച്ച് ഫറവോന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഓച്ചാനിച്ച് നിന്ന ഇടത്ത്, ഭയപ്പെട്ട് നിന്ന ഇടത്ത് ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ദൈവത്തിൻ്റെ പൈതൽ ഒടുവിൽ ദൈവ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ട്, ഞാൻ ആരാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്, എന്നെ അയച്ച ദൈവം ഏതെന്ന് പറഞ്ഞുകൊണ്ട് ഉഗ്രകോപത്തോടെ സംസാരിച്ച് മോശ ഇറങ്ങിപ്പോയി. ചോരത്തളിയും പെസഹയും മോശ ആചരിച്ചു. ചോരത്തളിയിലും പെസഹയിലും പ്രസാദിച്ചവനായ ദൈവം, 1, തൻ്റെ വാക്ക് നിവർത്തിക്കുവാൻ താല്പര്യപ്പെട്ട ദൈവം. 2, മോശയുടെ ഫംഗ്ഷൻ അംഗീകരിച്ച ദൈവം. 3, ജനത്തിൻ്റെ പെസഹയും ചോരത്തളിയും അംഗീകരിച്ച ദൈവം. 3 ഘടകങ്ങൾ ഒരുമിച്ച് ചേർക്കുകയാ. മോശയ്ക്ക് വേണ്ടി ആ രാത്രിയിൽ എഴുന്നേറ്റു.
മിസ്രയീമിലൊരു കൂട്ട നിലവിളി ഉയർന്നു. ഒന്നും മരിക്കാത്ത ഒരു വീടുമില്ല. ശക്തിയേറിയ ന്യായവിധിയുടെ നടുവിൽ മോശ തൻ്റെ ജനവുമായി ഇറങ്ങിപ്പോകേണ്ടതിന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു. ഇവിടെയാണ് മിസ്രയീമിലെ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു എന്ന് എഴുതിയിരിക്കുന്ന പദം പൂർത്തിയാക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ഒരു വലിയ സംഭവമുണ്ട്. അതിൽ ചിലതിലൂടെയൊക്കെ ഇറങ്ങിക്കയറുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. അതിനുശേഷവും സംഭവങ്ങളുണ്ട്. അവയിൽ കൂടെയും ഇറങ്ങിക്കയറുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഞാൻ ഇതിനു മുമ്പേ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതും എൻ്റെ ജീവിതത്തെ അതിശക്തമായി തൊട്ടിട്ടുള്ളതുമായ ചില ദൈവവചന ഭാഗങ്ങൾ എന്നോട് തന്നെ തിരിച്ചു പറഞ്ഞും സഭയോട് തന്നെ തിരിച്ചു പറഞ്ഞും ധൈര്യമുറപ്പിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട് അടുത്തൊരു ശുഭയാത്ര ദൈവത്തോട് ചോദിക്കുവാനാണ് ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരു പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ഒരു ശുഭയാത്ര ദൈവത്തോട് ചോദിച്ച് യാത്ര തിരിക്കുവാൻ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തെ എൻ്റെ കർത്താവ് സഹായിക്കട്ടെ. അത് ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം, ഒരുപാട് നിന്ദകൾക്ക് ശേഷം ദൈവം കൊടുത്ത അധികാരം തിരികെ പിടിച്ചുകൊണ്ട് മോശ പറയുകയാണ്, ഫറവോനെ ഇനി വിളിക്കുന്നത് ഞാനല്ല, കാണാൻ വേണ്ടി ഞാൻ വരികയില്ല, നീ വിളിപ്പിച്ചാൽ ഞാൻ വന്നിരിക്കും, നീ വിളിപ്പിക്കും. കാര്യം എൻ്റെ ദൈവം ഇറങ്ങാൻ പോകുകയാ. ഉഗ്രകോപത്തോടെ താൻ ഇറങ്ങിപ്പോരുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12, 11-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മോശ പറഞ്ഞതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രയീമിൻ്റെ നടുവിൽ കൂടി പോകും. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോൻ്റെ ആദ്യജാതൻ മുതൽ തിരികല്ലിങ്കൽ ഇരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തുള്ള കടിഞ്ഞൂൽ ഒക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും. ഞാനങ്ങ് നിർത്തട്ടെ. ഭാഗത്തിൻ്റെ വായന, എല്ലാ വാക്യങ്ങളും വായിക്കാൻ ആശയുണ്ട്. പക്ഷെ സമയം ചില മിനിറ്റുകളിലൂടെ ലാഭിക്കേണ്ടതിന് വിസ്തരിച്ച് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. അകത്തോട്ട് ഇത് കയറിയാൽ മതിയായിരിക്കും. യഹോവയായ ദൈവം മോശയെ വിളിച്ചൊന്ന് ധൈര്യപ്പെടുത്തി. ഫറവോന്റെ മുമ്പിൽ ഒരിക്കലും ദൈവം നേരിട്ട് വെളിപ്പെടുന്നില്ല. ഇസ്രായേലിൻ്റെ മുമ്പിൽ ദൈവം ഒരിക്കലും നേരിട്ട് വെളിപ്പെടുന്നില്ല. ദൈവം തിരഞ്ഞെടുത്ത ഒരു പ്രതിപുരുഷന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ലീഡർഷിപ്പിലേക്ക് വിളിയുള്ളവരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് അവൻ വെളിപ്പെടുന്നത് നിങ്ങൾ മുഖേനയാകട്ടെ. മറ്റുള്ളവരുടെ ആരുടെയും മുമ്പിൽ വെളിപ്പെടാതെ മോശയുടെ മുമ്പിൽ വെളിപ്പെട്ട് വെച്ച് പറയുകയാണ്, മോശേ, എൻ്റെ പദ്ധതി ഞാൻ അങ്ങേ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ജനത്തിൻ്റെ നടുവിലൂടെ ഒന്ന് നടക്കും. ഞാൻ നന്മയ്ക്ക് വേണ്ടി അല്ല ഇവരുടെ നടുവിലൂടെ നടക്കുന്നത്. ഇതുവരെ നിന്നോട് തിന്മ ചെയ്ത ഈ ദേശത്തിൻ്റെ നടുവിലൂടെ തിന്മയ്ക്ക് വേണ്ടി ഞാനൊന്ന് ഇറങ്ങാൻ പോകുകയാണ്. എൻ്റെ ആദ്യജാതനെ വിട്ടുതരാത്ത ഫറവോന്റെ ആദ്യജാതനെ സംഹരിച്ച ശേഷം എൻ്റെ ആദ്യജാതനെ വീണ്ടെടുക്കുമെന്ന് നീ മുഖേന ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത ഈ ജനം എൻ്റെ മുന്നറിയിപ്പ് അംഗീകരിക്കാതെ വന്നതിനാൽ, എൻ്റെ വ്യവസ്ഥയിൽ നിന്ന് മാറിയതിനാൽ ഞാനൊന്ന് ഇറങ്ങാൻ പോകുകയാ. മറക്കരുത്, ദൈവം ചിലപ്പോൾ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങും, ദൈവം ചിലപ്പോൾ തിന്മയ്ക്ക് വേണ്ടി ഇറങ്ങും. ഇന്നൊരു നന്മയ്ക്ക് വേണ്ടി ദൈവജനത്തിൻ്റെ മേൽ ഇറങ്ങുവാൻ ദൈവകരങ്ങളിൽ കൊടുക്കുകയാണ്. പക്ഷെ പ്രമാണം അനുസരിക്കാതെ വരുന്ന, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ വരുന്ന ശത്രു ശ്രദ്ധിക്കട്ടെ, തിന്മയ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങും. മറന്നു കളയരുത്. ഞാൻ ദേശത്തൊന്ന് നടക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നീ ചോരത്തളിയും പെസഹയും ആചരിച്ചോണം. ചോരത്തളിയും പെസഹയും ആചരിച്ച ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ വിടുതലുള്ളതിനായി സ്തോത്രം. ചോരത്തളിയും പെസഹയും എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഒന്ന്, 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിച്ച് 7 ദിവസം ഭവനങ്ങളിൽ നിന്ന് പുളിപ്പ് അകറ്റിയ ശേഷം പിന്നത്തേതിൽ ചോര തെളിക്കുന്നതായിരുന്നു ചോരത്തളിയും പെരുന്നാളും. പഴയ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പാപമുള്ള വീടുകളുടെ മുമ്പിൽ ചോരത്തളി ഉണ്ടെങ്കിൽ അതിനകത്തുനിന്നൊരു വിടുതലുണ്ടെന്നൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നോ, അതല്ല ദൈവത്തിൻ്റെ പ്രമാണം. 7 ദിവസമായി പുളിപ്പ് അകന്ന് കഴിഞ്ഞ കുടുംബങ്ങളിൽ, ആ ഭവനങ്ങളിൽ വീടുകളുടെ കട്ടളക്കാൽ 2ന്റെ മേലും കുറുമ്പടി മേലും ചോര തിരട്ടിക്കൊണ്ട് കുഞ്ഞാടിൻ്റെ രക്തം കുടിച്ച്, കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിച്ചുകൊണ്ട് രക്തത്തിൻ്റെ മറവിലിരുന്ന എൻ്റെ ജനത്തെ സഹായിച്ചുകൊണ്ട് സംഹാരകൻ അവരുടെ ഭവനത്തിൽ കയറാതെ ഞാൻ അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. എബോള പരന്നുകൊണ്ടിരിക്കുന്ന ഈ കാലം ഓർക്കുന്നുണ്ടായിരിക്കും. പണ്ടൊരിക്കൽ ഡെങ്കി ഫീവറിനെ ശാസിക്കുവാൻ ദൈവം സഭയ്ക്ക് തന്ന പദവി. എബോള വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലം, പകർച്ചവ്യാധികൾ ഒന്നിനു പുറകെ ഒന്നായി രംഗത്ത് കയറുന്ന ഈ കാലഘട്ടങ്ങളിൽ, അപകടങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സഭ ദൈവസന്നിധിയിൽ ഒന്ന് ക്ലെയിം ചെയ്യാമോ? ചോരത്തളിയും പെസഹയുമുള്ള, ചോരത്തളിയുള്ള
പെസഹയുള്ള വീടിനകത്ത് കയറുവാൻ ഹേ സംഹാരകനെ നിനക്ക് റൈറ്റ് ഇല്ല. ഇന്നത്തെ വചന ശുശ്രൂഷ ചിലർക്കും കൂടെ പ്രയോജനമായി മാറട്ടെ. ലോകവ്യാപകമായി ബാധകളാൽ വലയുന്നവരെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ കൂടാരത്തിൽ ചോരത്തളിയും പെസഹയും ആചരിച്ച് കയറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെങ്കിൽ മരണദൂതനെ ശാസിക്കുവാൻ, പിടിച്ചു മാറ്റേണ്ടതിനെ പിടിച്ചു മാറ്റുവാൻ, ദൈവദൂതനെ ഇറക്കി നിർത്തുവാൻ എൻ്റെ ദൈവം ശക്തനാകയാൽ ഇന്ന് ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. എൻ്റെ ജനം ചോരത്തളിയും എൻ്റെ ജനം പെസഹയും ആചരിച്ചു. പല പല ബാധകൾ ദൈവം അവരുടെ മേൽ അയച്ചു. 12-ാമത്തെ അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 12-35 വരെ കൊണ്ട് 12-ാം അധ്യായത്തിൻ്റെ 35 വരെ കൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം വരെ ഈ ദീർഘമായ കാലഘട്ടങ്ങൾ കൊണ്ട്, അവസരങ്ങൾ കൊണ്ട് മിസ്രയീമിൽ ന്യായം വിധിക്കേണ്ടതിനെ ദൈവം ന്യായം വിധിച്ചു. തറപറ്റിക്കേണ്ടതിനെ ദൈവം തറപറ്റിച്ചു. നായിച്ച അയച്ചു, പേൻ അയച്ചു, കൂരിരുൾ അയച്ചു, വെള്ളത്തെ രക്തമാക്കി മാറ്റി, സൂര്യനെ ഇരുട്ടി, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞാൻ അവിടെ മടങ്ങി വരാം. ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട്, തറപറ്റിക്കേണ്ടവനെ തറപറ്റിച്ചുകൊണ്ട്. സാത്താൻ ചിലപ്പോൾ ദൈവജനത്തെ തറപറ്റിക്കുവാൻ ശ്രമിക്കും. ദൈവം എഴുന്നേറ്റാൽ ശത്രു ജാതിയെ തറപറ്റിക്കും. ഇന്ന് പകൽക്കാലം ഒന്ന് പറയാമോ, എന്നെ തറപറ്റിക്കുവാൻ എഴുന്നേറ്റ ശക്തിയെ തിരിച്ചുപോയി എൻ്റെ ശത്രുവിനെത്തോട് ഇതൊരു കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ തറപറ്റിക്കാൻ ശ്രമിക്കുന്നത്? മലയാള ഭാഷ പറയും കൂനിന്മേൽ കുരി വന്ന വണ്ണം, ഇടിവെട്ടിയതലെ പാമ്പ് കടിച്ചെന്ന് പറയുന്നതിന് വണ്ണം അനർത്ഥങ്ങൾക്ക് മീതെ അനർത്ഥവുമായി, പ്രശ്നങ്ങൾക്ക് മീതെ പ്രശ്നവുമായി ദൈവജനത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരമേ വഴിമാറ്. ദൈവജനത്തിന്റെ മുമ്പിൽ നിന്ന് വഴിമാറുവാൻ ഇന്ന് പകൽ സഭയായി ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരത്തിൽ ശത്രു ശക്തികളെ അറിയിക്കുകയാണ്. അപകടങ്ങളുടെ കടന്നാക്രമണങ്ങള്, രോഗങ്ങളുടെ ആക്രമണങ്ങള്, പകർച്ചവ്യാധികളെ യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ സഭ ആവശ്യപ്പെടുകയാണ്, മാറിപ്പോ. ഹല്ലേലൂയ. ആശുപത്രികളിൽ ഒരു സർജറി കഴിഞ്ഞാൽ അടുത്ത സർജറി, അത് കഴിയുമ്പോൾ മൂന്നാമത്തേത് ഡയഗ്നോസ് ചെയ്തു. തറപറ്റിക്കുന്ന പിശാചേ നിർത്തവിടെ, യേശുവിന്റെ നാമത്തിൽ നിർത്തവിടെ. ഇന്ന് പകൽ ചിലരൂടെ വിടുവിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. കോടതികളിൽ ഒന്നിനു പുറകെ ഒന്നായി കേസിന്റെ പുറകെ കയറി ഇറങ്ങി, ക്ലാസുകളിൽ ഒന്നിനു പുറകെ ഒന്നായി തോൽവി സംഭവിച്ചുകൊണ്ട് തറപറ്റിക്കുവാൻ സഭയ്ക്കെതിരെ എഴുന്നേൽക്കുന്ന, വ്യക്തികൾക്കെതിരെ എഴുന്നേൽക്കുന്ന അശുദ്ധ വ്യാപാരമേ, ഒരു ചോരത്തളി നടന്നതിനാൽ, ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിനാൽ, ഹല്ലേലൂയ, ഉയർപ്പിന്റെ വ്യാപാരത്താൽ ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഉയർത്തു. ആകയാൽ ഹല്ലേലൂയ, നിനക്ക് പോകാം. ദൈവജനം സ്വതന്ത്രമാകട്ടെ. അതേ കർത്താവേ, ഉയർപ്പിന്റെ കാവൽ ഇന്ന് ജനത്തിന് മേൽ ഇരിക്കട്ടെ. ഹല്ലേലൂയ, ഉയർപ്പിന്റെ കാവൽ ഇന്ന് ജനത്തിന് മേൽ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു ദൈവിക കാവൽ ദൈവജനത്തിന്റെ മേൽ ഇരിക്കട്ടെ. ഒരു സീസൺ ചേഞ്ച് ആകട്ടെ. ഇന്നലെയല്ലായിരുന്നു ബ്ലഡ് മൂണ്, ഇന്നലെയായിരുന്നു ബ്ലഡ് മൂണ്. സെലിബ്രേഷൻസിന്റെ, ഉത്സവങ്ങളുടെ സീസണെ കുറിക്കുന്ന ആ ബ്ലഡ് മൂൺ കഴിഞ്ഞ രാത്രിയായിരുന്നെന്ന്. എങ്കിൽ അടുത്തൊരു യുഗത്തിലേക്ക് സഭ കയറുവാൻ, അടുത്തൊരു യുഗത്തിലേക്ക് വ്യക്തികൾ കയറുവാൻ ഇന്നത്തെ ദിവസം ദൈവകരങ്ങളിൽ കൊടുക്ക്. കർത്താവേ, ഞങ്ങൾ അടുത്തൊരു യുഗത്തിലേക്ക് കയറുകയാ. ബാധ ഒഴിഞ്ഞവരായി സ്വസ്ഥത അനുഭവിക്കുവാൻ ദൈവശക്തിയുടെ വ്യാപാരം ദൈവജനത്തിന്റെ മേൽ അയക്കണമെന്ന് ഇന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പറയാം. ഹല്ലേലൂയ. 12-ാം അധ്യായം 35 വരെയുള്ള വാക്യങ്ങൾ കൊണ്ട് തൊടേണ്ടതിനെ ദൈവം തൊട്ടു, ന്യായം വിധിക്കേണ്ടതിനെ ദൈവം ന്യായം വിധിച്ചു, ഒതുക്കേണ്ടതിനെ ദൈവം ഒതുക്കി. ഇന്ന് പകൽ തൊടേണ്ടതിനെ കർത്താവ് തൊടട്ടെ. ഇന്ന് പകൽ വിധിക്കേണ്ടടുത്ത് വിധിക്കട്ടെ. ഇന്ന് പകൽ ഒതുക്കേണ്ടതിന് ഒതുക്കട്ടെ. ഒതുങ്ങേണ്ടവ ഒതുങ്ങുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകതയാണ് ഒതുക്കേണ്ടതിനെ ഒതുക്കുക. അത് കഴിഞ്ഞ കാലത്തെ മിസ്രയീം കൊണ്ട് തീർന്നില്ല. പുതിയ നിയമത്തിൽ യേശു യാത്ര ചെയ്ത പടകിൽ ശിഷ്യന്മാർക്ക് നേരെ അടിച്ചുയർന്ന കാറ്റിനോട് എന്റെ യേശു പറഞ്ഞ വാചകം, കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാക്,
ഇന്ന് പകൽ ദൈവമേൽപ്പിച്ച ശുശ്രൂഷകന്മാരെ, നിങ്ങളുടെ വിരലുകൾ നീട്ടുക. കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാക്. വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് അവരുടെ മുമ്പിൽ സമുദ്രം മാറട്ടെ, അവരുടെ മുമ്പിൽ നദികൾ മാറട്ടെ, അവരുടെ മുമ്പിൽ മാറേണ്ടത് മാറട്ടെ. മലകൾ താഴ്വരയാകാം, താഴ്ന്നത് ഉയർന്നു വരാം, വളഞ്ഞത് നേരെയാകാം, ദുർഘടങ്ങൾ നികന്നു വരാം. യേശുവിൻ അധികാരത്തിൽ ദൈവജനം മുൻപോട്ട് പോകുവാൻ ഹല്ലേലൂയ. ഒരു ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. 12-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ യഹോവ മോശയോട് പറഞ്ഞതുപോലെ അവർ മിസ്രയീമ്യ ഭവനങ്ങളിൽ നിന്ന് വായ്പ വാങ്ങി. ഐ എം സോറി, ചോദിച്ചു വാങ്ങി. വായ്പ വാങ്ങി എന്ന പദം തെറ്റാ. എന്തുവാ ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ, ജനം മിസ്രയീമിൽ നിന്ന് തിരിക്കുന്നതിന് മുന്നമേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിച്ചു വാങ്ങിക്കോണം. കടം വാങ്ങിക്കാൻ പറഞ്ഞില്ല, തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞില്ല, ചോദിച്ചു വാങ്ങാൻ മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായിരിക്കും അതിൻ്റെ കാരണം? ശത്രുവിനെ കൊള്ളയിടുക എന്ന ദൈവപ്രമാണത്തിൽ ഇതുണ്ട് ഒരു വശം. മറുവശം, ഇവരുടെ പിതാക്കന്മാരെയും ഇവരെയും കൊണ്ട് അധ്വാനിപ്പിച്ച് ഇവരുടെ അധ്വാന ഫലം കവർന്നു വെച്ചിരിക്കുന്ന മിസ്രയീമിൻ്റെ സാമ്പത്തിക സ്ഥിതി മാറ്റിക്കൊടുത്തത് ജോസഫാ. എബ്രായനെ അങ്ങോട്ട് അയക്കുമ്പോൾ എബ്രായർക്ക് മുന്നമേ അയക്കപ്പെട്ട എബ്രായനായിരുന്നു ജോസഫ്. യാക്കോബിൻ്റെ മകനായിരുന്ന ജോസഫ്, 11-ാമനായിരുന്ന ജോസഫ് മിസ്രയീമിലേക്ക് വിൽക്കപ്പെടുകയും മിസ്രയീമിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന സാമ്പത്തിക നിലവാരം മാറുമാറ് ദൈവം സാഹചര്യങ്ങളെ മിസ്രയീമിൽ മാറ്റി. ദൈവത്തിൻ്റെ ദാസൻ മുഖേന അനുഭവങ്ങൾ മാറ്റി. ക്ഷാമത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു, അതിനുശേഷമുള്ള നന്മയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു, പിന്നെയുള്ള തിന്മയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു. ദൈവം അയച്ച നന്മയും ദൈവം അയച്ച തിന്മയും ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ ദൈവം ജോസഫിൻ്റെ മേൽ ബുദ്ധി പകർന്നു. പ്രൈസ് ഗോഡ്. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. ദൈവമയച്ച നന്മയും ദൈവമയച്ച തിന്മയും ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ. ഹല്ലേലൂയ. സുഭിക്ഷകാലം ഒരു 7 വർഷം ഉണ്ടായിരുന്നു. അന്ന് മിച്ചം വെക്കേണ്ടത് മിച്ചം വെക്കുവാൻ. അതിനുശേഷം ദുർഭിക്ഷകാലം, ക്ഷാമകാലം ഒരു 7 വർഷം ഉണ്ടായിരുന്നു. അന്ന് വില വാങ്ങേണ്ടവനോട് വില വാങ്ങി വിൽക്കേണ്ടതുപോലെ വിൽക്കുവാൻ ജോസഫിന് ബുദ്ധി നൽകിയ ദൈവം ഇന്ന് പകൽ ചിലതിനും കൂടെ ബുദ്ധി നൽകട്ടെ. ഹല്ലേലൂയ. ഒരൊറ്റ നോട്ടത്തിൽ അത് മിസ്രയീമിനാണ് പോയതെങ്കിൽ എൻ്റെ കർത്താവ് പറയുകയാണ്, അല്ല, ഞാൻ അബ്രഹാമിനോട് വാക്ക് പറഞ്ഞപ്പോൾ നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശം 400 വർഷം അടിമവാസം ചെയ്ത് അവരെ സേവിച്ച ശേഷം മടങ്ങി വരുമ്പോൾ ഞാൻ വെറും കൈയായി അയക്കത്തില്ല, വലിയ സമ്പത്ത്. ഓ ഹല്ലേലൂയ. ചിലതിനോട് വലിയ സമ്പത്ത്, വലിയ നന്മ ദൈവം പറഞ്ഞെങ്കിൽ ദൈവം പറഞ്ഞാൽ ചെറുത് പറയാറില്ല. ഞാനൊരിക്കലും ഡോക്ടർ PG വർഗീസിൻ്റെ ഭവനത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഒരിടത്ത് പോയി താമസിച്ചു. എവിടെയാണ്? മധ്യപ്രദേശത്ത്. അദ്ദേഹത്തിന് സ്വന്തമായൊരു വീടുണ്ടായിരുന്നു. അവിടെ പോയി താമസിച്ചു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ, ചെറിയ കാര്യങ്ങളൊന്നും ഇതിനകത്തിരുന്ന് പ്ലാൻ ചെയ്യരുത്. കാര്യം ഇത് കേട്ടോണ്ടിരിക്കുന്നത് വലിയ ദൈവമാണ്. നിങ്ങളുടെ പാർട്ട്ണർ വലിയ ദൈവമാണ്. നെവർ പ്ലാൻ സ്മോളർ തിങ്സ്. ചെറിയ കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യരുത്, ഇവിടെ വലിയ കാര്യം പ്ലാൻ ചെയ്യ്. മിസ്രയീമിൽ നിന്ന് ഞാൻ തന്നാൽ വലിയ സമ്പത്തെ തരത്തുള്ളൂ. ചെറുത് തരാത്തതിനായി സ്തോത്രം. ഇന്ന് പകൽ തന്ന വലിയത് തരുവാൻ, കൃപാവരങ്ങളിൽ വലിയത്, ദൈവകൃപകളിൽ വലിയത്, വിശുദ്ധ ജീവിതത്തിൽ വലിയത്, സമർപ്പണത്തിൽ വലിയത്, ഹല്ലേലൂയ, സമ്പത്തിൽ വലിയത് തരുന്നവനായ ദൈവത്തിൻ്റെ വഴികൾക്കായി നന്ദി. അത് വരണമെങ്കിൽ ഈ ദേശത്ത് അനുഗ്രഹം വരണം, ഈ ദേശത്ത് ക്ഷാമം വരണം. പക്ഷേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഞാൻ എൻ്റെ ദാസനെ ശക്തീകരിക്കും. ഇന്ന് പകൽ ചിലതിനെ കാര്യങ്ങൾ, സാഹചര്യങ്ങൾ മാനേജ് ചെയ്യുവാൻ ദൈവം ഒരു കപ്പാസിറ്റി ഏൽപ്പിക്കട്ടെ. ഒരു മാനേജറൽ ഗിഫ്റ്റ് ചിലരുടെ മേൽ ദൈവം പകരട്ടെ. ജോസഫ് ഇത് രണ്ടും വേണ്ടതുപോലെ കൈകാര്യം ചെയ്തതിനാൽ മിസ്രയീം സമ്പന്ന രാജ്യമായി. ആരാണ് ഇവരെ സമ്പന്നരാക്കിയതെന്ന് ഓർക്കാതെ ഇവരെ കൊണ്ട് ഇനിയും സമ്പാദിക്കേണ്ടതിന് അവരെ അടിമകളാക്കി വെച്ച ഫറവോനെ കൊടുക്കടാ, ദൈവം ഏൽപ്പിച്ചതുകൊണ്ട് കൊട്. പെട്ടെന്ന് തൻ്റെ ഹൃദയത്തിലൊരു തോന്നലുണ്ടായി, ജനത്തിൻ്റെ ഹൃദയത്തിലൊരു തോന്നലുണ്ടായി കൊടുക്കാൻ. അങ്ങനെ 36-ാമത്തെ വാക്യത്തിൽ ചോദിച്ചത് അവർ കൊടുത്തു. 37 ജനം പുറപ്പെട്ടു. 12-ാം അധ്യായത്തിന് 37-ാം വാക്യം വായിക്കുന്നില്ല. 6 ലക്ഷം പുരുഷന്മാർ ഒരുമിച്ച് യാത്ര ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ 6 ലക്ഷം കുടുംബങ്ങൾ ഒരുമിച്ച് പുറപ്പെട്ടു. ദൈവം അവരെ ഒരുമിച്ച് പുറപ്പെടുവിക്കുകയാണ്. വിശ്വാസത്താൽ മിസ്രയീം വിട്ടു. നമ്മൾ വായിച്ച വാക്യം അതല്ലേ?
എബ്രായർ 11 രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു. കുറേ നാൾ ഭയപ്പെട്ടിരുന്നു, നേരത്തിന് കർത്താവ് ധൈര്യപ്പെടുത്തി. ഇന്നത്തെ ടിമിഡ്നെസ് ഒന്ന് മാറി, ഇന്നത്തെ ഷൈനെസ് ഒന്ന് മാറി, ഇന്നത്തെ ഫിയർ കോംപ്ലക്സ് ഒന്ന് മാറി, ഇന്നത്തെ ഭയം ഒന്ന് മാറി. ചിലരെ ദൈവം ശക്തീകരിക്കട്ടെ. ഹേ മോശേ, അങ്ങയുടെ വീഴ്ചകൾ അറിയാവുന്ന ദൈവം, തകർച്ചകൾ അറിയാവുന്ന ദൈവം, ജനനത്തിന് മുന്നമേ മുൻകണ്ടവനായ ദൈവം, സാഹചര്യങ്ങളിലൂടെ കയറ്റിയിറക്കിയവനായ ദൈവം, വിശ്വാസത്താൽ പുതിയ വഴികളിൽ കയറ്റുവാൻ തീരുമാനിച്ച ദൈവം, ജനത്തെ കൊണ്ടുപോകേണ്ട സമയമായപ്പോൾ ഒരു പുതിയ ധൈര്യം, ഒരു പുതിയ ബലം പകർന്നു. രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു. 12:37 മിസ്രയീം വിട്ടു. 11:8 താൻ ഉഗ്രകോപം ഏറ്റെടുത്തത്. 12:37 6 ലക്ഷം കുടുംബങ്ങളുമായി യാത്ര തുടർന്നു. 14:3 സാഹചര്യങ്ങൾ മാറിത്തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ ക്രിയകൾ ഒരു പ്രാവശ്യം കൊണ്ട് തീർന്നില്ല. എതിരികൾ പിന്നെയും ഉയരുന്നതായി കാണാം. മിസ്രയീമിനൊരു 10 ബാധ ഒന്നിനു പുറകെ ഒന്നായി മിസ്രയീമ്യർക്ക് അയച്ചു. എല്ലാറ്റിൽ നിന്നും തൻ്റെ ജനത്തെ വിടുവിച്ചു. മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക്. 14-ാമത്തെ അധ്യായമായപ്പോഴത്തേക്ക് 12:37 അവർ യാത്ര ആരംഭിച്ചു. 14-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാം വാക്യമായപ്പോഴത്തേക്ക് ഫറവോൻ വീണ്ടും ഒന്ന് ആലോചിച്ചു. ഞാൻ എന്ത് ചെയ്തു? മണ്ടത്തരമല്ലേ കാണിച്ചത്? ഫറവോനെ, ഈ വരുന്ന ചിന്ത നിന്റെ തനി മണ്ടത്തരമാണ്. നിന്റെ സമുദ്രത്തിൽ മുക്കിക്കൊല്ലാൻ തമ്പുരാൻ നിന്റെ അകത്തിട്ട് തന്ന ദുരാലോചനയാണ്. അവന് പെട്ടെന്നൊരു തോന്നലുണ്ടായി, ഈ ജനത്തെ വിട്ടയച്ചത് ശരിയായില്ല, ഇനിയും അവരെ കൊണ്ട് അടിമവാസം ചെയ്യിക്കാം. ഇന്നും അടിമത്വത്തിൽ കഴിയുന്നവർ ഇതിനകത്തുണ്ടോ? ഉണ്ടെന്നേ. അടിമത്വം എന്ന് ഞാൻ പറയുന്നത് അക്ഷരീക അടിമത്വം അല്ലെങ്കിലും എൻ്റെ താല്പര്യത്തിന് കാര്യങ്ങൾ പോകുന്നില്ല. മറ്റൊരുത്തൻ്റെ ഡാൻസ് ട്യൂണിന് ഞാൻ ഡാൻസ് ചെയ്യേണ്ടതായി വരുന്നു. അവൻ കൊട്ടുന്ന കൊട്ടിന് ഞാൻ ചവിട്ടേണ്ടതായി വരുന്നു. അവൻ പറയുന്ന വഴിയെ ഞാൻ നടക്കേണ്ടതായി വരുന്നു. എനിക്കെൻ്റെ സ്വാതന്ത്ര്യമില്ല. ഞാൻ ഒരർത്ഥത്തിൽ അടിമത്വത്തിലാണ്. ആത്മീക സ്വാതന്ത്ര്യമില്ലാതെ, ആരാധന സ്വാതന്ത്ര്യമില്ലാതെ, കറങ്ങുന്ന ദൈവപൈതൽ മുതൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, വർക്കിംഗ് ഏരിയകളിൽ സ്വാതന്ത്ര്യമില്ലാതെ കറങ്ങുന്നവരെ, അയോഗ്യമായി അപമാനിക്കപ്പെടുന്നവരെ ഇന്ന് പകലിൽ ഏറ്റെടുക്കൂ. വിടുതലിന് വേണ്ടി ദൈവം വരാൻ പോകുകയാ. തൻ്റെ ഫറവോനെ എന്നേക്കുമായി നീക്കുവാൻ അവന് രണ്ടാമതൊരു കുബുദ്ധി തോന്നി. ഈ ജനത്തെ വിട്ടയച്ചല്ലോ, തിരികെ പിടിക്കും. ദൈവത്തിൻ്റെ മുൻനിർണയവും പ്ലാനും ദൈവം മോശയെ അറിയിച്ചിരുന്നു. മോശയോട് ദൈവം നേരത്തെ പറഞ്ഞിരുന്നു, ഫറവോൻ പുറകെ വരും. നീ ഇന്ന് കണ്ട മിസ്രയീമിനെ മേലാൽ കാണാതെ വണ്ണം അവരെ തുടച്ചു നീക്കേണ്ടതിന് അവൻ നിന്റെ പുറകെ വന്നേലേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല ജനമേ, എൻ്റെ നടത്തിപ്പുകൾ വേറെയാണ്. അതുകൊണ്ട് നടക്കേണ്ട വഴി പറഞ്ഞു കൊടുത്ത് കൊണ്ടുവന്നവനായ ദൈവം കൊണ്ടുവരുമ്പോൾ രണ്ട് ഫറവോൻ പുറകെ വരികയാണ്. അവൻ വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ കുടുങ്ങിയിരിക്കുന്നു. നിങ്ങളെക്കുറിച്ചൊരു ദുർവർത്തമാനം. കുടുങ്ങിയില്ലടോ, കുടുങ്ങിയില്ല. നിന്നെ കൊടുക്കാൻ തമ്പുരാൻ ഞങ്ങളെ ഇതുവഴി കൊണ്ടുവരിക. ഞങ്ങൾ നടക്കുന്നത് ഞങ്ങളുടെ കാലയിലല്ല, അത്യുന്നതിൻ്റെ തൃക്കരങ്ങളില്ല. കീഴെ ശാശ്വത ഭുജമുണ്ട്. ചുറ്റും സ്നേഹത്തിന് മീതെ സ്നേഹത്തിൻ്റെ കൊടിയുണ്ട്. ചുറ്റും ദൂതന്റെ കാവലുണ്ട്. ഞാൻ നടക്കുന്നത് കാലയിലല്ല, അത്യുന്നതിൻ്റെ തൃക്കരങ്ങളില്ല. മിസ്രയീം വിളിച്ചു പറഞ്ഞു, എബ്രായൻ കുടുങ്ങി. ഇല്ല മിസ്രയീമേ, എബ്രായൻ കുടുങ്ങുകയില്ല. എബ്രായനെ നടത്തുന്നവൻ എബ്രായരുടെ ദൈവമാണ്. എൻ്റെ ദൈവം കുടുക്കുന്നവനല്ല, എൻ്റെ ദൈവം നടത്തുന്നവനാ. ഹല്ലേലൂയ. ഇവിടെ ജനം പറയുന്നതോ കുടുങ്ങിയെന്നേ, കുടുങ്ങി. അക്ഷരിക കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രം ജനം കാണുകയാണ്. ജനം നോക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ പുരുഷനായ മോശ, ദൈവം തിരഞ്ഞെടുത്ത മോശ എന്ന ഒരു പുസ്തകം നമ്മളിവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ഭാഗങ്ങൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. കോപ്പികൾ ലഭിക്കാത്തവർക്ക് വാങ്ങാൻ കഴിയുമല്ലോ. ദൈവത്തിൻ്റെ പുരുഷനായ മോശ ദൈവത്തിൻ്റെ വഴികൾ അറിയുന്നവനാണ്. പറഞ്ഞു, മോശേ, ഞാൻ ചിലതെല്ലാം ചെയ്യാൻ പോകുകയാ. നിനക്കിപ്പം മനസ്സിലാകത്തില്ല മോശേ, എൻ്റെ കരം പ്രവർത്തിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. പക്ഷെ ജനം നോക്കിയപ്പോൾ മുൻപിൽ ചെങ്കടൽ പോകാനൊക്കത്തില്ല, ഇരുവശത്തും പർവ്വതങ്ങൾ മാറാനൊക്കത്തില്ല. പുറകിൽ നിന്ന് ശത്രു വരുന്നു, കൊല്ലാൻ വരികയാണ്, അല്ല പിടിച്ചോണ്ട് പോകാൻ വരികയാ. രക്ഷപ്പെടാൻ മാർഗമില്ല. ജനം പറഞ്ഞു കുടുങ്ങി, ശത്രു പറഞ്ഞു കുടുങ്ങി. ശത്രുവിൻ്റെ ചിന്തകൾ നമ്മുടെ അകത്ത് വരല്. അവൻ പലതും പറയും. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാ. എന്നോട് ഇടപെട്ടത് ദൈവമാണ്, അക്കരെ എത്തിക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞാൽ എത്തിച്ചിരിക്കും, എത്തിച്ചിരിക്കും. ഇന്ന് പകലൊന്ന് പറയാമോ, വാക്ക് പറഞ്ഞവൻ മാറത്തില്ല.
വാക്ക് പറഞ്ഞ ദൈവം മാറത്തില്ല. വാക്ക് പറഞ്ഞ ദൈവം മാറത്തില്ല. വാക്ക് മാറുവാൻ അവൻ മനുഷ്യനല്ല. ഹല്ലേലൂയ. വാക്ക് മാറുവാൻ അവൻ മനുഷ്യനല്ല. കർത്താവേ, വാക്ക് മാറുവാൻ അങ്ങ് മനുഷ്യനല്ല. ജനം പറഞ്ഞു നമ്മൾ കുടുങ്ങി. ഫറവോൻ പറഞ്ഞു അവർ കുടുങ്ങി. ജനം മുഴുവനും കൂടെ കരയാൻ തുടങ്ങി. ആ സാഹചര്യത്തിലോട്ട് നോക്കിക്കോണേ. ഫറവോൻ ദുർവർത്തമാനം പറയുന്നു, ജനം ദുർവർത്തമാനം വിശ്വസിക്കുന്നു. അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതാണ് അവർ പറയുന്നത്, അവർ വിശ്വസിക്കുന്നത്. ലീഡേഴ്സ് ഒരുമിച്ച് മോശയ്ക്കെതിരായി 14-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവരെല്ലാം കൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മിസ്രയീമിൽ ശവക്കുഴിയില്ലഞ്ഞിട്ടാണോ ഞങ്ങളെ മരുഭൂമിയിലിട്ട് കൊല്ലാൻ ഇവിടം വരെ കൊണ്ടുവന്നത്? കുഞ്ഞുങ്ങളെ, നിങ്ങളെ കൊണ്ടുവന്നത് കൊല്ലാനല്ല, ഇതിനപ്പുറത്ത് കൊണ്ടുപോയി ജീവിപ്പിക്കാനാ. അബ്രഹാമിനോട് പറഞ്ഞ വാ, നിന്നെ കൊല്ലാമെന്നല്ല, ഞാൻ നിന്നെ ഒരു ജാതിയാക്കാമെന്നാ. പക്ഷേ മരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കും. അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞവനെ മരുഭൂമിയിൽ കൊന്നേച്ച് ഹല്ലേലൂയ അടുത്തൊരു തലമുറയെ ദൈവം അക്കരെ എത്തിച്ചിരിക്കും. ഒരു കാലഘട്ടത്തിൽ പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പദമുണ്ട്. മിസ്രയീമിന്റെ അടിമത്തത്തിൽ ജനിച്ചവർക്ക് അത്തറ്റം വരെ വിശ്വസിക്കാനൊക്കത്തുള്ളൂ. ആ തലമുറയെ മുഴുവനും മരുഭൂമിയിൽ നശിപ്പിച്ചേച്ച് മേഘത്തിൻ്റെ കീഴിൽ പിറന്ന ഒരു പുതിയ തലമുറയെ അക്കരെ എത്തിച്ച ദൈവം. മിസ്രയീമിന്റെ അടിമത്തത്തിൽ ജനിച്ചതിനെ അത്തറ്റം വരെ പറയാൻ പറ്റത്തുള്ളൂ. അവിടിട്ട് കൊന്നേച്ച് മേഘത്തിൻ്റെ കീഴിൽ ജനിച്ച ഒരു പുത്തൻ തലമുറയെ ആ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചവനായ ദൈവം. ആ ദൈവം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവർ പറയുന്നത്, മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ ഇവിടിട്ട് ഞങ്ങളെ കൊല്ലുവാൻ മോശേ നീ ഈ ജനത്തെ കൊണ്ട് വന്നത്? ലീഡേഴ്സ് എതിരായി. ലീഡേഴ്സ് എതിരാകാൻ പല കാരണങ്ങളുണ്ട്. നമ്മൾ അക്ഷരീകമായി നോക്കിയാൽ അവരെ കുറ്റം പറയാൻ ഒക്കത്തില്ല. നാച്ചുറലായി കൊണ്ടവർ കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ്. മോശം ഇസ്രായേലിലെത്തി, ദൈവം തന്നെ ഏൽപ്പിച്ച അത്ഭുതങ്ങൾ കാണിച്ചു, അടയാളങ്ങൾ ഫറവോന്റെ മുമ്പിൽ കാണിച്ചു. ഇതെല്ലാം കണ്ട് ജനം അങ്ങ് വിശ്വസിച്ചു, ലീഡേഴ്സും വിശ്വസിച്ചു. ഫറവോനോട് പറഞ്ഞു ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കാൻ പറഞ്ഞു. ഫറവോൻ പറഞ്ഞു, മടിയന്മാരാണ് നിങ്ങൾ, വേലമടി ചെയ്യാതെ വണ്ണം അലസത കാണിച്ചുകൊണ്ട് ആരാധിക്കാൻ പോകാമെന്ന് പറയുന്ന നീ മടിയനാ. ഈ ചിന്ത ഒരുപാട് പേരുടെ അകത്ത്, ഫറവോനി തന്നെയല്ല കേട്ടോ, ഫറവോന്യമായ സകലതിലും ഈ ചിന്താഗതി പിശാച് കുത്തിവെച്ചിട്ടുണ്ട്. വർക്ക് ഈസ് വർഷിപ്പ്, ജോലി ചെയ്യുന്നതാണ് ആരാധന. ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ തുല്യസ്ഥാനമോ അതിനേക്കാൾ വലിയതോ ജോലിക്ക് കൊടുക്കുക. അതെന്നേ പുതിയ നിയമത്തിൽ പറയുന്നതേ അവരുടെ ദൈവം വയറാ. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നും. അവരുടെ ദൈവം വയറാ. ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് പല പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ എൻ്റെ ഡയറക്ടർ വിളിച്ചേച്ച്, അല്ലെങ്കിൽ ഒരു ദിവസം എൻ്റെ ഡയറക്ടർ വിളിച്ചേച്ച്, നാളെ രാവിലെ വർക്കിംഗ് അവർ 2 മണിക്കൂർ നേരത്തെയാണ്, 2 മണിക്കൂർ നേരത്തെ ഇങ്ങ് പോരണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഞാൻ ചെന്നിരിക്കും. കാര്യം അല്ലേ അത് വയറിനെ ബാധിക്കും, ശമ്പളത്തെ. ഒരു പാസ്റ്റർ ഒരു ദിവസം 2 മണിക്കൂർ നേരത്തെ സഭാരാധന എന്ന് പറഞ്ഞാലേ ആരും വരത്തില്ല. കാര്യം അവരുടെ ദൈവം ദൈവമല്ല, അവരുടെ ദൈവം വയറാ. അവർ വയറെന്ന ദൈവത്തെ സേവിക്കും. ലജ്ജയായി ഇതിലവർക്ക് മാനം തോന്നും. ഞാൻ മുന്നോട്ട് പോട്ടെ. ഈ ജനം മിസ്രയീമിൽ കഷ്ടപ്പെട്ടു. അവർക്ക് വൈക്കോൽ കൊടുക്കാതെ ഇഷ്ടിക ചുട്ടു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. ചരിത്രം വിവരിക്കാൻ ഒക്കത്തില്ല. ആ സമയം നേതാക്കന്മാരെ പിടിച്ച് മിസ്രയീമിൻ്റെ ഊഴിയ വിചാരകന്മാരെ അടിച്ചു. അടികൊണ്ട നേതാക്കന്മാർ ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ട് ഇറങ്ങിത്തിരിച്ച് മിസ്രയീമിലെ ഫറവോന്റെ അടുക്ക ചെന്ന് സംസാരിച്ച്, ദൈവം കാണിച്ച് അടയാളം കാണിച്ച്, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി കാണിച്ച്, ദൈവത്തിൻ്റെ കയ്യാന്ന് അവരുടെ ഹൃദയത്തിൽ ഉറപ്പ് വരുത്തി സംസാരിച്ച നേതാക്കന്മാർ അടുത്ത ദിവസം തന്റെ ഊഴിയ വിചാരകന്മാരുടെ അടി കൊണ്ടപ്പോൾ അവരാകെ കരഞ്ഞു. അവരോർത്ത് ലാസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫറവോന്റെ അടുക്ക പോയി ഒന്നുകൂടെ ശാപവാക്കുകളൊക്കെ ഉച്ചരിച്ച് കരയാം. അവർ എന്ന് പറഞ്ഞത് അങ്ങനെയാണ്, ഞങ്ങളെ അടിക്കുന്നു, നിന്റെ ജനത്തിന് ഇത് നന്മയല്ല, നീ നന്നാകുകയില്ല. അവർ പറയാവുന്ന ശാപവാക്കുകൾ പറഞ്ഞു. ഫറവോൻ ഇതൊന്നും കേട്ട് നിന്നില്ല. അദ്ദേഹം പറഞ്ഞു, പോ, നിങ്ങൾക്കടി കിട്ടിയിരിക്കും. അവർ തിരിച്ചു വന്ന് മോശയോട് പറഞ്ഞു, തല്ലുകൊണ്ടത് ഞാനാ, തല്ലുകൊണ്ടത് ഞങ്ങളാ, കഷ്ടപ്പെടുന്നത് ഈ ജനമാ, നിർത്തി പരിപാടി, തിരിച്ചുവിടെ ഊഴിയ വിചാരത്തിന് വിട്, യഹോവ നിന്നെ ചോദ്യം ചെയ്യട്ടെ, യഹോവ നിന്നോട് പ്രതികാരം ചെയ്യട്ടെ. അവരന്ന് പിണങ്ങിയതാ. മാനുഷിക ബുദ്ധിയിൽ നോക്കിയാൽ അവരുടെ തെറ്റല്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, സഹിക്കേണ്ടവർ സഹിക്കാതെ
എതിർക്കരുതാത്തിടത്ത് എതിർത്തത് അവരുടെ മേൽ പാപമായി കണക്കിട്ടു. ഇന്ന് പകലൊന്ന് കേട്ടോണേ, മാനുഷിക ബുദ്ധിയിൽ മാനുഷിക കണ്ണുകൾക്ക് നിരക്കുന്ന എതിർപ്പുകളാണ് അവർ പറഞ്ഞത്. പക്ഷേ അവരുടെ എതിർപ്പുകൾ ദൈവഹിതപ്രകാരമല്ലായിരുന്നു. ഇന്ന് പകൽ എൻ്റെ വായിൽ നിന്ന് വരുന്നത്, എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതോ എൻ്റെ ചിന്താമണ്ഡലത്തിൽ വരുന്നതോ ഞാൻ അനുഭവിക്കുന്നതോ ആയിരിക്കരുത്. പകരം ദൈവം എനിക്ക് തരുന്നതായിരിക്കണം. ചിലരുടെ വേഗത്തിൽ പോയില്ലേ നമുക്ക് തീരത്തില്ല. അതുകൊണ്ട് പോട്ടെ. നേതാക്കന്മാരെതിരായി അവർ പറഞ്ഞു, നീ ഞങ്ങളെ മാറ്റി. ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അരികിൽ ഇരുന്നത് ഓർമ്മയുണ്ട്. കഴിക്കാനില്ല. പിന്നെ ഇത് ആവർത്തിച്ചിട്ടുണ്ടെന്ന് ചുരുക്കം. ഇത് മുഴുവനും നടക്കുന്ന സമയത്ത് മോശയും ദൈവസന്നിധിയിൽ വീണ് കരഞ്ഞു. വായിക്കാം 14-ാം അധ്യായം 15-ഉം 16-ഉം വാക്യം. ആ വാക്യത്തിന് ഭയങ്കര ഒരു വെയിറ്റ് ഉണ്ട്. ഞാൻ അതും കൂടെ പറയാം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നിൽക്കട്ടെ, ഈ ചർച്ചിൽ പഴയ ആളുകൾക്ക് മുഴുവനും ഇതറിയാം. കഴിഞ്ഞ ആണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്നവർക്കും അറിയാം. 1983 22 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ ഡിസംബർ മാസം 31-ാം തീയതി രാത്രിയിലത്തെ വാച്ച് നൈറ്റിൽ പറഞ്ഞു തീർക്കാൻ വഴിയാത്ത അപമാനത്തിന് സഭ ഇരയാകുന്ന സാഹചര്യത്തിൽ എന്ത് വേണമെന്നറിയാതെ, ഏതുവഴി ഇറങ്ങി ഓടണമെന്നറിയാതെ നിരാശപ്പെടുന്നതിൻ്റെ മുമ്പിൽ എൻ്റെ അകത്തിൻ്റെ അകത്ത് നിന്ന് ഉയർന്നു വന്ന ഒരു വാക്യമായത്, നീ നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് വഞ്ചനത്തോട് പറ. പ്രൈസ് ഗോഡ്. ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. 1983 ഡിസംബർ മാസം 31-ാം തീയതി രാത്രിയിൽ വാച്ച് നൈറ്റ് സർവീസിന് ഇടയിൽ ഇറങ്ങി ഓടത്തക്കവണ്ണം സാഹചര്യങ്ങൾ പ്രതികൂലമായ, ആരോട് എന്ന് ലജ്ജ പറഞ്ഞു തീർക്കുമെന്നറിയാതെ കറങ്ങി നിന്ന ഒരു സാഹചര്യത്തിൽ അന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ സഭയെക്കുറിച്ച് ഇടപെട്ടതാണ്, നീ നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ജനത്തോട് പറ. ഇറക്കിക്കൊണ്ട് വന്നവനറിയാം ഈ സഭയുടെ വളർച്ചയുടെ മുമ്പിൽ ദൈവം ഇടപെട്ട ശക്തിയേറിയ ദൈവാലോചന ഈ കഴിഞ്ഞ 31 വർഷങ്ങൾക്കപ്പുറത്ത് വീണ്ടും ആവർത്തിക്കട്ടെ. നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് പോകുവാൻ ജനത്തോട് പറ. ഇറക്കിയത് മുന്നോട്ടാ. എബോള രോഗമേ മാറി നില്ല, പകർച്ചവ്യാധികളെ മാറി നില്ല, കടബാധ്യതകളെ മാറി നില്ല, പരാജയങ്ങളെ മാറി നില്ല. ഹല്ലേലൂയ. വിളികെട്ട ദൈവ പൈതലേ, നീ നിലവിളിക്കുന്നത് എന്ത്? നീ എന്തിനാ കരയുന്നത്? നേതാക്കന്മാർ കരയട്ടെ, ജനം കരയട്ടെ, ഫറവോൻ അലറട്ടെ, ചെങ്കടൽ ഉയരട്ടെ. ഹല്ലേലൂയ. ജനം കരയുന്നതിനും കുറ്റം പറയാനൊക്കത്തില്ല. പലപ്പോഴും ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളതുപോലെ റോഡ് പാഴ്സലി എന്ന ദൈവദാസന്റെ ഒരു വാചകമാണ്, പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ മിസ്രയീമിന്റെ ഉയർത്തപ്പെട്ട വാളുകളുടെ മുമ്പിൽ സൂര്യരശ്മി തട്ടി പ്രതിഫലിക്കുന്നത് കാണാം. പിൻപിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം മിസ്രയീമിന്റെ ഇരുമ്പ് രഥങ്ങളുടെ, ഇരുമ്പ് വീലുകളുടെ റംബ്ലിംഗ് നോയ്സ് ആണ്. മുൻപിൽ നിന്ന് കാണുന്നത് കല്ലെറിയാൻ നിൽക്കുന്ന ജനം, എതിർക്കുന്ന ലീഡർഷിപ്പ്, നിലവിളിക്കുന്ന ജനം, അലറുന്ന ചെങ്കടൽ, പോകുവാൻ മാർഗമില്ലാതെ ഇടംബലമുള്ള പർവ്വതങ്ങളുടെ നടുവിൽ കുടുങ്ങിപ്പോയി എന്ന് തോന്നിയതിനാൽ മോശ നിലവിളിക്കുമ്പോൾ വിളിച്ചവൻ ഉയരത്തിൽ നിന്നൊരു ശബ്ദം, നീ നിലവിളിക്കുന്നത് എന്താ? മുന്നോട്ട് പറ. മുന്നോട്ടോ? വഴിയില്ല കർത്താവേ. വഴിയില്ലാത്തടത്ത് വഴി തുറക്കുന്നതാ എൻ്റെ ജോലി. ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ വഴിയില്ലാത്തവരെ വിളിച്ചു പറ. വഴിയില്ലാത്ത ഇടത്ത് വഴി തുറക്കുന്നവനാണ് എൻ്റെ ദൈവം. തുറന്നു പോ വഴി, തുറന്നു പോ വഴി. മോശയോട് ദൈവം പറഞ്ഞു, മോശേ നിന്റെ കയ്യിലുള്ള വടിയെടുക്ക്, ചെങ്കടലിന്റെ നേരെ നീട്ട്. ഈ കടലിനെയാ നീ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. അനങ്ങത്തില്ലെന്ന് പറയുന്ന ഈ കടലിനെയാ നീ അഡ്രസ് ചെയ്യുന്നത്. കയ്യിലുള്ള വടിയെടുത്ത് ഹല്ലേലൂയ ഉറ മസിയാര ഹാബ്ദെ വെനോസിയാര പുറകോട്ട് നീക്കി. മിസ്രയീമ സൈന്യത്തെ നിർത്താനല്ല, ഇടംവലം നീട്ടി മല മാറ്റാനല്ല, മുൻപോട്ട് നീട്ട്. വടി മുന്നോട്ട് നീട്ടാം. വടി മുന്നോട്ട് നീട്ടാം. പ്രൈസ് ദി ലോർഡ്. വടി മുന്നോട്ട് നീട്ടാം. അല്ല, ഞാൻ സുനിലിനോടാ പറഞ്ഞേ, വടി മുന്നോട്ട് നീട്ടാം. നത്തിങ് ഓൺ ലെഫ്റ്റ് റൈറ്റ്. ചർച്ച് എൽഡേഴ്സ് വടി മുന്നോട്ട് നീട്ടാം. ചർച്ച് കമ്മിറ്റി വടി മുന്നോട്ട് നീട്ടാം. ലീഡർഷിപ്പ് വടി മുന്നോട്ട് നീട്ടാം. പാസ്റ്റേഴ്സ് വടി മുന്നോട്ട് നീട്ടാം. കൊയർ മെമ്പേഴ്സ് വടി മുന്നോട്ട് നീട്ടാം. ഹല്ലേലൂയ. നീ നിലവിളിക്കുന്നതെന്ന് ദൈവമേൽപ്പിച്ച വടിയെടുത്ത് മുന്നോട്ട് നീട്ട്. അത് മാറിത്തരും. ഇച്ചിരി വെളുപ്പം പൊയ്ക്കോട്ടെ. കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന കഴുകന്മാരുടെ ചിറകിൻ്റെ മേല. 19-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലെ പദമുണ്ട്,
ആവർത്തന പുസ്തകം 32:11 വാക്യമുണ്ട്. അതിൻ്റെ 9 മുതൽ 15 വരെ വായിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ള, നേരമില്ലാത്തതുകൊണ്ട് വായിക്കുന്നുമില്ല. പരിശുദ്ധാത്മാവ് നടത്തിയ വഴികളിൽ ജനം നടന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ ജനത്തെ ഞാൻ നടത്തിയത് എങ്ങനെയാണെന്നറിയാമോ? കഴുകന്മാരുടെ ചിറകിൻ്റെ മേൽ. അതിൻ്റെ അർത്ഥം എന്നാ? കഴുകന്മാരുടെ ചിറകിൻ്റെ മേൽ നടത്തിയെന്ന് പറയുന്നതിൻ്റെ വിശദീകരണം ആവർത്തനത്തിൽ കൊടുത്തു. കഴുകൻ തൻ്റെ കൂടനയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് മീതെ പറന്ന് അവയെ പറക്ക പഠിപ്പിക്കുന്നത് പോലെ. ഒത്തിരി പേർക്ക് അറിയാൻ വയ്യാത്ത ഒരു എളുപ്പം കിട്ടൂ. ഒരു കഴുകൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉള്ള ദോഷം, അവർ തിന്നങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. കാരണം തള്ളക്കഴുകനും തന്തക്കഴുകനും മാറി മാറി തീറ്റി കൊടുക്കും. തിന്നു പൊനത്തിരിക്കുന്ന പിള്ളേർക്ക് പറക്കാൻ ഒരു താല്പര്യമില്ലാതെ വരുമ്പോൾ ഇതുങ്ങളെ പറക്ക പഠിപ്പിക്കുവാൻ വേണ്ടി കഴുകന്മാർ ചെയ്യുന്നത്, അവരുണ്ടാക്കിയ കൂട് അവർ കൊത്തിപ്പൊളിച്ച ശേഷം ഉയരമുള്ള മരങ്ങളുടെ മണ്ടയിൽ നിന്നും ഉയരമുള്ള പാറകളുടെ ഇടയിൽ നിന്നും അവരുണ്ടാക്കിയ കൂട് പൊളിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ തറയിലേക്ക് വീഴുന്ന സമയം ചിറക് അറിയാതെ തന്നെ അടിച്ചു പോകും. എത്ര മടിയനും ചിറകടിക്കും. ഈ ചിറകടിച്ചത് കൊണ്ട് ഒരു ദിവസം ഒന്നും നന്നാകുകയില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം ചിറകടിച്ചിട്ട് നന്നായില്ലല്ലോ, ഞാൻ അടിച്ചിട്ട് ശരിയായില്ലല്ലോ. അപ്പോൾ ഈ തള്ളക്കഴുകൻ നോക്കിക്കൊണ്ട് നിൽക്കും. മുകളിൽ അതിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുക. അത് കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുമ്പോൾ അതിൻ്റെ കണ്ണ് മുഴുവൻ ഈ പോന്ന കുഞ്ഞുങ്ങളാ. അലച്ചു വിളിച്ച് താഴോട്ട് ചിറകടിച്ച് വീഴുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, തറയിൽ ചെന്ന് തട്ടുന്നതിന് മുന്നമേ തള്ളക്കഴുകൻ ഒന്ന് ഡൈവ് ചെയ്ത് വന്ന് ഈ കുഞ്ഞിൻ്റെ കീഴേ ഇരുന്ന് അതിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകും. ഞാൻ നിങ്ങളെ കഴുകന്മാരുടെ ചിറകെ നടത്തി. പല ശത്രു വന്നില്ലേ, പല പ്രതികൂലം വന്നില്ലേ, പല പ്രശ്നം വന്നില്ലേ, ഒരു യുദ്ധവീരരാക്കി സൈന്യമാക്കി മാറ്റുവാൻ കഴുകൻ കൂടനക്ക് കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ ഞാൻ പറന്നില്ലേ. അങ്ങനെ പറന്ന കൂട്ടത്തിലേ ഞാൻ നിങ്ങൾക്ക് പാറയിൽ നിന്നുള്ള തേൻ തന്നു. ഇത്ര പ്രാവശ്യം ഞാൻ പണ്ട് ഇത് വിശദീകരിക്കുമായിരുന്നല്ലേ. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വരുന്ന മരുഭൂമിയിലെ 2 തരത്തിലുള്ള തേൻ കിട്ടും. ഇന്നാണ് തേൻ വെക്കുന്ന ഈച്ചകൾ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കും വാട്ടർ ടാങ്കിൻ്റെ ചുവട്ടിലും വൃക്ഷങ്ങളുടെ മേളിലും ഒക്കെയാ കൂട് വെക്കുന്നത്. പക്ഷെ മരുഭൂമിയിൽ അതുപോലെ ഒന്നുമില്ല. പോയിട്ട് അതിന് കൂട് വെക്കാൻ 2 ഇടമേ കിട്ടത്തുള്ളൂ തേനീച്ചയ്ക്ക്. ഒന്ന്, എലികൾ നിർമ്മിച്ചേച്ച് പോയ മാളങ്ങൾ, അതിനകത്ത് ഇതുകൊണ്ട് കൂട് വെക്കും. എലിയെ കുത്തി ഓടിച്ചേച്ച് അവിടെ പോയി മാളത്തിൽ കൂട് വെക്കും. 2, പാറയുടെ വിള്ളലുകളിൽ പോയി കൂട് വെക്കും. ഈ മാളങ്ങളിൽ നിന്ന്, എലിയുടെ മാളങ്ങളിൽ നിന്ന് എടുത്ത തേൻ എത്ര അരിച്ചാലും അതിനകത്ത് കല്ല് കടിക്കും. പാറയ്ക്കകത്തൊന്നും എടുത്തതിന് കല്ല് കടിക്കത്തില്ല. എന്താ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്നതുണ്ടല്ലോ പാറയിലെ തേന. പ്രൈസ് ദി ലോർഡ്. അമയ ഷാസിയാര. കഴിവുണ്ടെങ്കിൽ ബഥേലിൽ വിളിക്കുന്ന ശുശ്രൂഷകന്മാർ ടോപ്പ് ക്ലാസ് ആയിരിക്കും. കഴിവുണ്ടെങ്കിൽ ബഥേലിൽ കയറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് 1-ാം തരമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കല്ല് കടിക്കുന്നതിനെ ഞങ്ങൾ വിളിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് പാറയിലെത്തേൻ തന്നു. യെശുരൂനെ പാറയിലെത്തേൻ തന്നില്ലേ? മേൽത്തരമായ കോതമ്പിൻ്റെ കാമ്പ് കൊണ്ട് ഞാൻ പോഷിപ്പിച്ചില്ലേ? താവോട്ട് പറയുകയാണ്, യെശുരൂനോ ഇസ്രയേലോ വളർന്നപ്പോൾ പുഷ്ടി വെച്ച് അവൻ എനിക്കെതിരെ ഉദച്ചു. എത്രയോ നന്മകൾ ദൈവത്തിങ്കിൽ നിന്ന് അനുഭവിച്ച ശേഷം സഭയ്ക്ക് നേരെ ഉദച്ചതിൻ്റെ കാര്യമായി പറയുന്നത്, യെശുരൂനോ ശക്തി വെച്ച് എനിക്ക് നേരെ ഉദച്ചു. പിന്നെ നിന്നെ പറക്ക പഠിപ്പിക്കാതെ പറ്റിയില്ല. അതുകൊണ്ടാണ് പല ആവർത്തി ഞാൻ ഇങ്ങനെ പറക്ക പഠിപ്പിച്ചത്. ഉദച്ച ജനത്തെ അവിടെ നിന്നും പുഷ്ടി വെച്ച് ഉദച്ചതിനാൽ വീണ്ടും ശിക്ഷിച്ചു. ഒടുവിൽ പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൻ്റെ 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു, നീ അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഈ ആവർത്തന പുസ്തകം 33-ന്റെ 12 മുതൽ 17 വരെ ദീർഘവാക്യങ്ങളെ വായിച്ചേ പറ്റൂ. എനിക്ക് അത്രയും കാണാൻ വരാൻ ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തത്സന്നിധിയിൽ നിർഭയം വസിക്കും. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവൻ്റെ ഗിരികളുടെ മധ്യേ വസിക്കുന്നു. യോസെഫിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും. ഒന്ന് നിൽക്കട്ടെ. ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആകാശം നിനക്ക് അനുകൂലമായി നിൽക്കും. ഇന്ന് പകൽ അനുഗ്രഹം വേണ്ട ദൈവമക്കളൊന്ന് ഏറ്റെടുത്തു. ആകാശം എനിക്ക് അനുഗ്രഹമായിരിക്കും. ആകാശത്തിലെ വിശിഷ്ട മഞ്ഞുകൊണ്ടും പിന്നെ താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും. അഗാധ ജലം കൊണ്ട് മഞ്ഞ് മേളിൽ നിന്ന് വീഴും, അഗാധ ജലം താഴെ നിന്ന് വരും. ഭൂമിയുടെ അഗാധത്തിൽ കിടക്കുന്ന നന്മ കൊണ്ടും ആകാശത്തിന്റെ നന്മ കൊണ്ടും നിന്നെ നടത്താൻ എനിക്ക് അറിയാം ജോസഫേ. വായിച്ചോ. സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും. സൂര്യനാൽ ഉളവാകുന്ന ഫലം പ്രകൃതി ശക്തി. പിന്നെ ചന്ദ്രൻ, പ്രതിമാസ ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും. സൂര്യനാൽ, അത് മാസം തോറും മാറുന്നതായിട്ട് അല്ല പറയുന്നത്,
പ്രതിമാസ ചന്ദ്രനാൽ ഉളവാകുന്ന ചന്ദ്രനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് പറഞ്ഞു. ഇറ്റ് ഷോസ് ദ ടൈമിംഗ് ഓഫ് ദ ഫെസ്റ്റിവൽസ്. ആഘോഷ ദിവസങ്ങളുടെ പെരുന്നാളുകളുടെ സമയം കാണിക്കുന്നത് ആരാധനകളുടെ നന്മ കൊണ്ട്, സൂര്യൻ തരുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട്, പ്രകൃതിയുടെ നന്മകൾ കൊണ്ട്, ആരാധിച്ചൊരു ദൈവവേദൽ സാധിച്ചെടുക്കേണ്ട അനുഗ്രഹം കൊണ്ട്, കറക്റ്റ് പ്രവചനം, കറക്റ്റ് രോഗശാന്തി, കറക്റ്റ് ദർശനങ്ങൾ, കറക്റ്റ് കൃപാവരങ്ങൾ, കറക്റ്റ് വചന ശുശ്രൂഷ, ഇവളുടെ ഫലത്താൽ, പ്രതിമാസ ചന്ദ്രനാൽ ഉളവാകുന്ന ഫലത്താലും, പിന്നെ പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും, പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും. വായിച്ചു. ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും. ഒന്ന്, പുരാതന ശൈലം, പണ്ടേ ഉള്ള പർവ്വതങ്ങൾ. രണ്ട്, ശാശ്വത പർവ്വതങ്ങൾ, ഒരിക്കലും മാറാത്ത പർവ്വതം, ശാശ്വതം. ഇതാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ശാശ്വത പർവ്വതങ്ങൾ കൊണ്ടും. വായിച്ചു. ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ട്, ഭൂമിയിലെ വിശേഷ വസ്തുക്കളുടെ സമൃദ്ധിയും കൊണ്ട് അവന്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇത് ദൈവം അനുഗ്രഹിച്ചാൽ ഇത് ഒന്നിച്ച ദൈവവേദനയുടെ കയ്യിലോട്ട് തരികയാ. യെശുരുവിനെ പുഷ്ടി വെക്കുമ്പോൾ ഉതയ്ക്കല്ലേ, ഉതച്ചാൽ ശിക്ഷയുണ്ട്. ദൈവം അനേകരെ നടത്തട്ടെ. ഈ നന്മകൾ ലഭിച്ചിട്ടില്ലാത്തവർ ഇന്ന് നമ്മൾ പോകുന്നതിന് മുമ്പേ ചില മിനിറ്റുകളുണ്ട്, പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. അങ്ങനെയാണെങ്കിൽ പുറപ്പാട് 8:22 വാക്യം ദയവായിട്ട് വായിക്കണ്ട. പുറപ്പാട് 8:22 വരുമ്പോൾ, നാട്ടിൽ മുഴുവനും നായീച്ച കയറിയപ്പോൾ, മിസ്രയീമിൽ മുഴുവനും നായീച്ച വന്നപ്പോൾ, എബ്രായർ പാർത്തിരുന്ന ഗോശനെ നായീച്ച കയറാതെ ദൈവം സൂക്ഷിച്ചു. നാട്ടു മുഴുവനും പ്രശ്നം നടക്കുമ്പോൾ നിങ്ങളെ തൊടത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് BCG കൊടുക്കുക എന്നൊരു പരിപാടിയുണ്ട്. പിന്നെ എന്നാ, പ്രതിവിധിയുള്ള പല പ്രതിവിധികൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. എന്നാന്നറിയാമോ? ക്ഷയരോഗമുള്ള സ്ഥലത്തൂടെയും രോഗങ്ങളുള്ള സ്ഥലത്തൂടെയും ഈ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ സാധാരണ പിള്ളേർക്കെല്ലാം ഇത് പിടിക്കുമെങ്കിലും ഈ ഇഞ്ചക്ഷനും ഈ വാക്സിൻസും ഉള്ള ഈ കുഞ്ഞുങ്ങളെ രോഗം തൊടത്തില്ല. ഇന്ന് പകലൊരു വാക്സിനുമായിട്ട് ഇവിടുന്ന് പോകാവൂ. പകർച്ചവ്യാധിയുള്ള പട്ടണത്തിൽ, അപകടമുള്ള പട്ടണത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പലതും നടക്കുന്ന ഇടത്ത് ഇന്നൊരു വാക്സിനുമായിട്ട് പോകാവൂ. ഒരു കാവലുണ്ട്. മിസ്രയീമിൽ മുഴുവനും നായീച്ച കയറുമ്പോൾ ഗോശനിൽ കയറത്തില്ല. മിസ്രയീമിൽ സൂര്യൻ ഇരുളുമ്പോൾ മിസ്രയീമിന്റെ അകത്തുള്ള ഗോശൻ വേറൊന്നാണ്. മിസ്രയീമിലെ വെള്ളം രക്തമായി മാറുമ്പോൾ ഗോശനിലെ വെള്ളം ശുദ്ധജലമായിരിക്കും. മിസ്രയീമിലെ മൃഗങ്ങളുടെ മേൽ കൽമഴ പെയ്യുമ്പോൾ ഗോശനിൽ ഈ പ്രശ്നമില്ല. തനിക്കുള്ളതിനെ വേറിട്ട് പാലിക്കുന്ന ദൈവത്തിന്റെ കാവൽ. മിസ്രയീം മുഴുവനും ആദ്യജാത സംഹാരം നടക്കുമ്പോൾ എബ്രായന്റെ കൂടാരത്തിൽ അതില്ല. എത്ര പേര് എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നു നമുക്കിത് ബാധകമാണെന്ന്? ഇത് നമുക്ക് ബാധകമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ കൈയൊന്ന് കണ്ടോട്ടെ. ഞാൻ തുടർന്ന് ഈ മെസ്സേജിൽ തുടരാൻ ഒക്കത്തില്ല. ആ കരങ്ങൾ താഴ്ത്തിയിട്ടാലേ നമ്മളൊന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. തുടർന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, മരണകരമായത് എന്തു കുടിച്ചാലും 16:18 നിനക്ക് ഹാനി വരത്തില്ല. ഇതിൻ്റെ അർത്ഥം ദൈവത്തെ പരീക്ഷിക്കാനല്ല. ഇതിൻ്റെ അർത്ഥം പിശാച് പണ്ട് പറഞ്ഞായിരുന്നല്ലോ, നീ താവോട്ട് ചാട്, എന്താ പറഞ്ഞത്, നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിട്ടുണ്ട്. മരണകരമായത് പോയി വലിച്ചു കുടിക്കാനല്ല പറഞ്ഞത്. പക്ഷേ സാഹചര്യങ്ങളിൽ സംഭവിച്ചാൽ, എടുത്തു കുടിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, അറിയാതെ സംഭവിച്ചാൽ, വിഷകരമായതകത്ത് എന്നാൽ, പോയിസണുള്ള ഫുഡ് കഴിച്ചാൽ ഫുഡ് പോയിസൺ ഉണ്ടാകാതെ മാറുവാൻ യേശുവിന്റെ നാമത്തിൽ ചില ശക്തികൾ മാറുവാൻ ഇന്ന് പകൽ ചില കാവലുകൾ. യു നീഡ് ടു ബി ഇമ്മ്യൂണൈസ്ഡ്. ദൈവിക ഇമ്മ്യൂണൈസേഷൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ പദം പറഞ്ഞു, ദൈവിക ഇമ്മ്യൂണൈസേഷൻ. ഇമ്മ്യൂണൈസേഷൻ. രോഗം എന്നെ ബാധിക്കാതെ പ്രതിവിധി ഉള്ളവനായ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കട്ടെ. അത്യുന്നതന്റെ ശക്തി ദൈവസഭയുടെ മേൽ നിഴലിക്കട്ടെ. രണ്ടാഴ്ചയായിട്ട് എന്റെ ഹൃദയത്തിന്റെ അകത്ത് കത്തിക്കൊണ്ടിരുന്ന പ്രത്യേക ആലോചനയായത്, സഭയ്ക്ക് ചുറ്റും തീമതിലായി തമ്പുരാൻ വെളിപ്പെടട്ടെ. സഖറിയാവിന്റെ പുസ്തകം 2:4-5 വായിച്ചോ? അല്ല, അത് ശരിയാകില്ല. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച്, യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറക. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ഇതുപോലെ സഭയെ പണിത വാക്യങ്ങളിൽ ഒന്നായതിൻ്റെ ഇത്
ബഥേലിനെ പണിത വാക്യങ്ങളിൽ ഒന്നായത് നീണ്ട വർഷങ്ങളായി ദൈവം ഒരു ആലോചന ഇട്ടിരുന്ന പോകയില്ല കേട്ടോ. നീണ്ട വർഷങ്ങൾ കഴിഞ്ഞാലും അകത്ത് ഇത് ഉടക്കി പിടിച്ച് അങ്ങനെ കിടക്കും. കാര്യം അത് ദൈവവാഗ്ദത്തമാ, അത് ദൈവിക കാഴ്ചപ്പാടാ. എൻ്റെ അകത്ത് കിട്ടിയ വാക്യങ്ങൾക്കായി സ്തോത്രം. ഇസ്രായേൽ യെരൂശലേം മതിലില്ലാതെ കിടക്കും. അതിൻ്റെ അർത്ഥം പിശാചം നിനക്ക് കയറാമെന്നല്ല. അമേരിക്കയുടെ വ്യത്യസ്ത ഇടങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തു. ചെന്നിടത്തെല്ലാം നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ സഹോദരന്മാരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഉണർന്നിരുന്നേ. UK വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്തു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഏത് രാജ്യത്ത് എന്നാലും കുവൈറ്റിൽ ഒരുപാട് പേരുണ്ട്. രാത്രി 2 മണിക്കും 3 മണിക്കും ആരാധനയിൽ പങ്കെടുക്കുവാൻ നമ്മോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുന്നവരുണ്ട്. യെരൂശലേം തന്റെ മതിലില്ലാതെ കിടക്കുന്നു. എന്നാ ഇതിന്റെ മതില്? ഭൂമിയാണ് ഇതിന്റെ മതില്. ഇതിന്റെ എല്ലാ ഭാഗത്തും ചിതറിക്കിടക്കുന്ന ജനം അവിടെ ചിതറിക്കിടന്നാലും ബേഥേലിന്റെ മേൽ ദൈവം തന്ന ദൈവിക നിയോഗത്തിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, യെരൂശലേം മതിലില്ലാതെ കിടക്കും. പക്ഷേ ഞാൻ എന്റെ ജനത്തിന് ഒരു തീമതിലാണ്. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് പറ, ദൈവം എന്റെ തീമതിലാണ്. ദൈവം എന്റെ തീമതിലാണ്. ദൈവം എന്റെ തീമതിലാണ്. ഒരനർത്ഥം നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധം നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. യഹോവ എന്റെ സങ്കേതം. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിൽ സിംഹത്തിന്റെ വായടച്ച ദൂതൻ ഇതിനകത്തേക്ക് ഇറങ്ങട്ടെ. ചില സിംഹങ്ങളോട് പറ, നാണം കെട്ട സിംഹമേ മാറിയിരി, ഞാൻ ദൈവ പൈതലാ. Hallelujah. I am immune. I am immune. നാണം കെട്ട തീയെ നിന്റെ ബലം കെടുത്തുവാൻ, വൃത്തികെട്ട സിംഹമേ നിന്റെ വായടയ്ക്കാൻ ദൈവ സാന്നിധ്യം എന്നോട് കൂടെ. Hallelujah. യെരമ്യാവ് 30:17 വായിച്ചേ, അതും വായിച്ചേ ശരിയാവുള്ളൂ. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കുകൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. ശ്രദ്ധിച്ചാട്ടെ, നിന്റെ ശത്രു നിന്നെ കളിയാക്കിയില്ലെന്ന്. നിന്നെ നോക്കിയാച്ചേ, ത്യജിക്കപ്പെട്ടവൾ, ആർക്കും വേണ്ടാത്തവൾ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവൾ, തള്ളപ്പെട്ടവൾ എന്നിത്യാദി പറഞ്ഞ അപമാനത്തിന്റെ വാക്കുകൾ എന്റെ കാതുകളിൽ വന്നതിനാൽ, അപമാനത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ കാതുകളിൽ വീണതിനാൽ ഞാൻ നിന്നെ ഒന്ന് ചെയ്യാൻ പോകുകയാ. ഞാൻ നിന്റെ മുറിവ് കെട്ടാൻ പോകുകയാ. ഹല്ലേലൂയ. ഞാൻ നിന്റെ മുറിവ് കെട്ടാൻ പോകുകയാ. ഇന്ന് പകൽ കർത്താവ് മുറിവ് കെട്ടിയാൽ അതൊരു സൗഖ്യമാ. ദൈവസഭയുടെ മുറിവ് കെട്ടപ്പെടട്ടെ. ദൈവസഭയുടെ മുറിവ് കെട്ടപ്പെടട്ടെ. ദൈവജനത്തിന്റെ മുറിവ് കെട്ടപ്പെടട്ടെ. ഹല്ലേലൂയ. ജനം നിന്നെ പരിഹസിക്കയാൽ, ത്യജിക്കപ്പെട്ടവളെന്ന് വിളിക്കയാൽ അതെന്റെ കാതിൽ വീണു. ഹല്ലേലൂയ. യെശയ്യാവില് ഇതാകുന്ന വഴി ഇതുവഴി നടന്നുകൊള്ളുക എന്നൊരു ശബ്ദം കേൾക്കും. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ പുറപ്പാട് 14:16 വടി നീട്ടു മോശേ. ഇന്ന് പകൽ സഭയൊന്ന് വടി നീട്ടി നിർത്തും. വടി നീട്ടു മോശേ. യോശുവയുടെ പുസ്തകം 3:17 പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ മുങ്ങട്ടെ, എങ്കിൽ മിസ്രയീമിന്റെ നിന്ന ഞാൻ നിങ്ങളിൽ നിന്ന് ഉരുട്ടി. യോശുവയുടെ പുസ്തകം പറഞ്ഞു, 6 ലക്ഷം ജനം അവിടുന്ന് ഇറങ്ങിയതുകൊണ്ട്, മരുഭൂമി കടന്നതുകൊണ്ട് ചരിത്രം തീർന്നില്ല. 6 ലക്ഷം പുരുഷന്മാർ വാഗ്ദത്ത നാട്ടിൽ കയറി. ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തൻ, നടത്തിയവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഞങ്ങൾ കയറേണ്ടടുത്ത് കയറും. ഞങ്ങൾ കയറേണ്ടടുത്ത് കയറും. ദൈവം പറഞ്ഞത് ചെയ്യും. ഇനി അന്ന് ഞങ്ങളൊന്നൊന്ന് മാറ്റിയാച്ച് ഞാനെന്ന് പറയാൻ പോകുകയാ. ഞാൻ കയറേണ്ടടുത്ത് കയറും. ദൈവം വാക്ക് പറഞ്ഞത് നിർവഹിക്കും. അത് ഞാൻ ഏറ്റെടുക്കുന്നു യേശുവിന്റെ നാമത്തിൽ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. പുരോഹിതന്മാരുടെ കാലുകൾ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ, യോർദാനെ നില്ലവിടെ, നിന്റെ ഒഴുക്ക് നിൽക്കാൻ പോകുകയാ. മോശയുടെ വടി സമുദ്രത്തിന് നേരെ നീളുമ്പോൾ, അടിയടാ കിഴക്കൻ കാറ്റ്, ഈ സമുദ്രത്തെ എടുത്തുകളാ. ഹല്ലേലൂയ. ചർച്ചിന്റെ എൽഡർലി ലീഡർഷിപ്പ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ?
ചർച്ചിൻ്റെ എൽഡർലി ലീഡർഷിപ്പ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ഒരുമിച്ചൊന്ന് ചെയ്തേച്ച് നിർത്താൻ പോകുകയാ. ഇന്ന് രാത്രിയിൽ ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന ചിലതിനെ, ഇന്ന് രാത്രിയിൽ അവിടെ ഇവിടെ ഇന്ന് പകൽ സഫർ ചെയ്യുന്ന ചിലതിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാം. അപകടങ്ങളൊന്ന് മാറുവാൻ, ദൈവത്തിൻ്റെ കാവലൊന്ന് വീശുവാൻ. ഹല്ലേലൂയ. ലീഡർഷിപ്പിന് താഴെയുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് എഴുന്നേക്കാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. ഞാൻ അവരെ ഒഴിച്ചു നിർത്താനല്ല താല്പര്യപ്പെടുന്നത്. ലീഡർഷിപ്പിൻ്റെ താഴെയുള്ള ആർക്കെങ്കിലും ചിലർക്ക് ഇത് ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ വി ആർ ഗോയിങ് ടു ഡു ഇറ്റ് ടുഗദർ. ഞാൻ പറയുന്ന വാചകങ്ങൾ എൻ്റെ പുറകെ പറയണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക കാവൽ ബേഥേലിന് വേണ്ടിയും ബേഥേലൈറ്റ്സിന് വേണ്ടിയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചേർന്നാരാധിക്കുന്ന ദൈവജനത്തിന് വേണ്ടിയും ഈ പകൽ ഇറങ്ങി വരട്ടെ. അയോഗ്യ സംഭവങ്ങളെ വഴിമാറിപ്പോ ദൈവത്തിന് വേണ്ടി വഴി തുറക്കാം. ദൈവമെന്റെ സങ്കേതം. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ആകയാൽ ശത്രുവേ കീഴടങ്ങി മാറ്. ദൈവം ഞങ്ങളുടെ മുറിവ് കെട്ടി, ദൈവം ഞങ്ങൾക്ക് വിടുതല്ലുന്നു. അത് യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദയവായി എല്ലാവരും ഇരുന്നാട്ടെ. ഇറങ്ങിയ ജനത്തെ കയറ്റിയ ദൈവത്തിന് സ്തോത്രം. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരെ ആ തുല്യ എണ്ണം ഒത്തിരി വഴിയിലിട്ട് കൊന്നു. അവർ ചാകാൻ ഇറങ്ങിയത് എന്തോ ചെയ്യാനാ? അവരുടെ വായിൽ അവിശ്വാസത്തിന്റെ വാക്കാ. പക്ഷേ അടിമത്വത്തിൽ പിറന്നതിനെ വഴിയിൽ തട്ടിയാൽ പകരം മേഘത്തിന്റെ കീഴിൽ പിറന്നതിനെ കറക്റ്റ് എണ്ണം അക്കരെ എത്തിച്ച ദൈവം ഇന്നെ നടത്തുകയാ. ഈ നടത്തി പിരിക്കട്ടെ. ഈ ആഴ്ച ദൈവത്തിന്റെ കാവൽ കാണട്ടെ. മഹത്വം കർത്താവിനാകട്ടെ. ദൈവം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.